എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങൾ ഇന്ന് അടിപൊളിയായിട്ടിരിക്കുകയാണ് കേട്ടോ. അപ്പൊ ഞങ്ങൾ ഇന്നൊരു യാത്രയിലാണ്. ഇന്ന് സാറ്റർഡേ, നമുക്ക് ഇന്നൊരു ബർത്ത്ഡേ ഫംഗ്ഷൻ ഉണ്ട്. എന്റെ ആങ്ങളയുടെ കൊച്ചിന്റെ ബർത്ത്ഡേ ആണ് കേട്ടോ. അപ്പോ തൃശ്ശൂര് എസ്എംപുരത്താണ് അവരുടെ ലൊക്കേഷൻ. നമുക്ക് ഇവിടുന്ന് അങ്ങോട്ടേക്ക് ഓടിയെത്താൻ അത്യാവശ്യം സമയം എടുക്കും. 6 മണി തൊട്ട് 9 മണി വരെയാണ് ഫംഗ്ഷൻ ടൈം. ഇപ്പൊ സമയം 6 മണി ആയിട്ടുണ്ട്, 6 മണി കഴിഞ്ഞിട്ടുണ്ട്. നമ്മളിന്ന് വർക്കിംഗ് ഡേ ആണല്ലോ. അപ്പൊ ഓഫീസിൽ നിന്നൊക്കെ വന്ന് റെഡിയായി. നമ്മുടെ 2 പിള്ളേരെ, പുത്രൻ ഇവിടെ ഇരിക്കുന്നുണ്ട്. പുത്രി എന്ത്? ഹംന എന്ത്? എവിടെ കാണുന്നില്ലല്ലോ ഹംനാന്. എവിടെ? അതെ, ഹംന ഇവിടെ ഉണ്ട്. ഹൈസൻ ഓർക്കം വന്നുണ്ട് വണ്ടി കയറിയപ്പോഴേക്കും. അപ്പോ നമ്മളെല്ലാവരും റെഡി ആയിട്ട് നമ്മുടെ വീട്ടിൽ നിന്ന് ഇറങ്ങി നേരെ പോയിട്ട് ഉമ്മിച്ചിനെ വിളിക്കണം. പിന്നെ അവിടെ നിന്ന് നമുക്ക് ഒരു കുട്ടി ഗിഫ്റ്റ് ഒക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് കയറണം എന്നൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. സമയം അപ്പോഴേക്കും അവിടെ എത്തുമ്പോഴേക്കും ഏതാണ്ട് 9 മണിയൊക്കെ ആവുന്ന അവസ്ഥയാണ് കേട്ടോ. അപ്പൊ നമ്മൾ പോവാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അപ്പൊ എന്റെ ആങ്ങള എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ ഉമ്മിച്ചിയുടെ സിസ്റ്ററിന്റെ മോളാണ്. മോനാണ് കേട്ടോ, മോളാണ്. എന്റെ ഉമ്മിച്ചി 6 മക്കളാണ് കേട്ടോ. അവര് ഉമ്മിച്ചിക്ക് സിബ്ലിങ്സ് 5 പേരുണ്ട്. ഉമ്മിച്ചി 2ാമത്തെയാണ്. ഉമ്മിച്ചിയുടെ ചേട്ടത്തിയുടെ മോന്റെ കുട്ടിയുടെയാണ് ബർത്ത്ഡേ. അപ്പൊ ഉമ്മിച്ചിയുടെ ഫാമിലി എല്ലാവരും അവിടെ ഉണ്ടാവും. മോളുടെ 4th ബർത്ത്ഡേ ആണ് കേട്ടോ. അപ്പൊ അവരിതുവരെ വേറെ ഫംഗ്ഷൻസ് ഒന്നും മര്യാദക്ക് നടത്തിയിട്ടില്ല. കല്യാണം ആണെങ്കിലും കൊച്ചു ജനിച്ചതും എല്ലാ സംഭവവും കൊറോണയുടെ ടൈമിലായിരുന്നു. ഫസ്റ്റ് ലോക്ക്ഡൌണിലായിരുന്നു അവരുടെ കല്യാണം, സെക്കൻഡ് ലോക്ക്ഡൌണിലായിരുന്നു കുട്ടി ഉണ്ടായത്. അങ്ങനെ മൊത്തം എല്ലാം കൊറോണ കാലത്തിലായിരുന്നു. അപ്പൊ ഇപ്പൊ 4th ബർത്ത്ഡേ കുറച്ച് വിപുലീകരിച്ച് എല്ലാ ഫാമിലിയിലും എല്ലാവരെയും വിളിച്ചിട്ടുണ്ട്. അപ്പൊ എന്റെ ഉമ്മച്ചിയുടെ ഫാമിലി എല്ലാവരും ഉണ്ടാവും. അപ്പൊ നിങ്ങളെയും കാണിച്ചു തരാം. എല്ലാവരും എനിക്ക് തോന്നുന്നില്ല വീഡിയോയിൽ കിട്ടോ ഇല്ലയോ എന്നുള്ളത്. അവരൊക്കെ കാണാതെയൊക്കെ വീഡിയോ എടുക്കേണ്ടി വരും. കാര്യം എല്ലാവരും ക്യാമറ പേഴ്സൺസ് അല്ല. അപ്പൊ മിക്കവാറും എന്റെ ക്യാമറ കാണുമ്പോഴേക്കും എല്ലാവരും ഇറങ്ങി ഓടും ആ അവസ്ഥയായിരിക്കും. അപ്പൊ നോക്കാം, നമുക്ക് കവർ ചെയ്യാൻ പറ്റുന്ന പോലെ കവർ ചെയ്യാം. അപ്പൊ അവിടെ ഒരു മൂത്തുമാടെ വീടിന്റെ അടുത്ത് ഒരു റിസോർട്ടിൽ വെച്ചിട്ടാണ് കേട്ടോ പരിപാടി അവര് നടത്തുന്നത്. അപ്പൊ നമുക്ക് അങ്ങോട്ട് പോവാം. അപ്പൊ അത്യാവശ്യം എനിക്ക് തോന്നുന്നു ഇവന്റ് അടിപൊളിയായിരിക്കും. കാര്യം ഇക്കാക്ക് ഇവന്റ് മാനേജ്മെന്റ് ആണ് വർക്ക്. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും കല്യാണം, ബർത്ത്ഡേ അങ്ങനെ എന്തെങ്കിലും പരിപാടികളൊക്കെ ഉണ്ടെങ്കിൽ, ഫുഡിനാണെങ്കിലും ഇവന്റിനാണെങ്കിലും ഒക്കെ ഇക്കാനെ കോണ്ടാക്ട് ചെയ്യും. ഇക്കാടെ നമ്പർ ഞാൻ അവിടെ കൊടുക്കാം കേട്ടോ. അപ്പൊ ഇവന്റെ അവരുടെ ഇൻസ്റ്റഗ്രാം പേജ് ഉണ്ട്, ഗോൾഡൻ ഷെഫ് എന്നാണ് അവരുടെ കമ്പനിയുടെ നെയിം. അപ്പൊ ഇൻസ്റ്റഗ്രാം പേജ് ഒന്ന് സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം അവരെ പറ്റിയിട്ടുള്ള ധാരണയൊക്കെ ഉണ്ടാവും. അപ്പൊ എന്തെങ്കിലും ആവശ്യങ്ങളൊക്കെ വരുമ്പോ ചുമ്മാ എന്തെങ്കിലും കിടക്കട്ടെ, എന്റെ ആങ്ങളൊക്കെ ഒരു പ്രൊമോഷൻ. അപ്പൊ ആവശ്യം വരുമ്പോ ഒന്ന് കോണ്ടാക്ട് ചെയ്തോ. അപ്പൊ നമുക്ക് എന്തെങ്കിലും ഗിഫ്റ്റ് വാങ്ങിക്കണം. ഗിഫ്റ്റ് വാങ്ങിക്കുന്ന കാര്യത്തിൽ ഭയങ്കര കൺഫ്യൂസ്ഡ് ആണ് ഞാൻ. കാര്യം ഞാൻ സ്റ്റഡി ടേബിളും ചെയറും വാങ്ങിക്കാന്നുള്ള പ്ലാനായിരുന്നു. 4 വയസ്സായല്ലോ. പക്ഷെ അത് നടക്കൂല. അത് വേറൊരാള് ഗിഫ്റ്റ് വാങ്ങിച്ചു. അപ്പൊ പിന്നെ നമുക്കിനി വേറെ എന്തെങ്കിലും വാങ്ങിക്കണം. ഞാൻ അങ്ങനെ പ്ലാൻ ചെയ്തിരുന്നോണ്ട് കുറെ ടൈം എന്റെ അങ്ങനെ ആലോചിച്ച് പോയിട്ടുണ്ട്. അപ്പൊ നോക്കട്ടെ, എന്തെങ്കിലും വാങ്ങിക്കാൻ പറ്റണത് എന്തെന്നാണെന്നുള്ളത് കാണിക്കാം. അപ്പൊ ആദ്യം പോയിട്ട് ഉമ്മിച്ചിനെ പിക്ക് ചെയ്യാം. ഹംന ആരൊക്കെ കയറിയേക്കണത്? ഹംന ഹയാസാരാടാ കയറിയേക്കുന്നത് വണ്ടിയില്? ഉമ്മിച്ചി ഹംന പറഞ്ഞ ആരെ കയറിയേക്കുന്നത്? ഹംനക്ക് താഴെ വന്ന് ഹംന 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 എല്ലാരും ഗ്രീൻ ആണല്ലോ. ബാക്കിലുള്ളവരൊക്കെ ഗ്രീൻ. ഉമ്മിച്ചി, ഹയാസ്, ഹംന ഗ്രീൻ. ഞാനിക്കാകെ മാത്രം വേറെ കളർ. ഞാൻ ഇക്കാനോട് ഞാൻ ബ്ലൂ എടുത്തതാണ് ഞാൻ ഇടാന്ന് പറഞ്ഞപ്പോ ഇക്കാ വേണ്ട, അതൊരു രസമല്ലേ, ഇത് ഇട്ടാ മതി എന്ന് പറഞ്ഞിട്ട് ഇക്കാ വെഡിങ് ആനിവേഴ്സറിക്ക് എടുത്തെന്ന് ചുരിദാറുണ്ട. എന്താ പറഞ്ഞ ഉടുപ്പ് എന്തിനാ മെടിയുണ്ടോ? ഇനി ഉമ്മിച്ചിട്ട് ഉമ്മിച്ചി ഗിഫ്റ്റ് വാങ്ങിക്കണ്ടേ? മേടിച്ചോ. യു ആർ ദ സ്പോൺസർ ഓഫ് ഗിഫ്റ്റ്. ഉമ്മിച്ചാണ് സ്പോൺസർ. ശരിയല്ല, ഉമ്മിച്ചിക്കാണ് പൊക്കൂടായിരുന്ന രാവിലെ. ഞങ്ങളുടെ കൂടെ വൈകുന്നേരം വന്നാ പോരായിരുന്ന അല്ലേ? ചെറുതായിട്ടൊന്ന് ബ്രേക്ക് പിടിച്ചതാണ്. ഹംന ആരാ വന്നേക്കണത്? നാളെ വന്നേക്കല്ല കണ്ണൊക്കെ പോണക്ക് എടിക്കള്ളി. അപ്പൊ നമ്മളിനി എന്തെങ്കിലും ഗിഫ്റ്റ് വാങ്ങിക്കാൻ നിർത്തുമ്പോ കാണാം ഗൈസ്. നിർത്തിയാല് നിർത്തോ? വാങ്ങിക്കോ? ഇല്ല. വെള്ളം എടുത്താ മിച്ചി? ഓക്കെ, വെള്ളം കുടിക്കട്ടെ. വെള്ളം കുടിക്കാൻ ദാഹിക്കുന്നു. ഉച്ചക്ക് മന്തി കഴിച്ചത്, അതാണ് ഭയങ്കരമായിട്ട്. എവിടെ നിന്ന്? വീട്ടിൽ നിന്നാ? വെള്ളം എടുക്കാൻ നിന്നേനാ ചിലപ്പോ ഞങ്ങൾ ഇപ്പൊ വരൂല. ഇനി വൈകും. ഇപ്പൊ തന്നെ 6 മണി.
മരുമോൻ ആരാണെന്ന് ഓർത്ത പടം നയിക്കണ നായകനാണ്. എവിടെയെങ്കിലും പോണെങ്കിൽ മുൻനിരയിൽ പോയി ഫ്രണ്ടില് റെഡി ആയി ഇരിക്കലോ, അത്ര ഒന്നും ചെയ്യില്ല. ഞാന് അത് ഹയാസിന്റെ കഴിച്ചാണോ? നമ്മള് എപ്പട്ടേ പോണേ? ചായ കുച്ചാൻ പോന്നാ? ആരാ വന്നേക്കണത്? ബാക്കിൽ ആരാണ് കേറിയത്? ഉമ്മച്ചി കേറിയാ? ആ, ഉമ്മച്ചിയുടെ ഡ്രസ്സിന്റെ കളറ്, ഹംനാന്റെ ഡ്രസ്സിന്റെ കളറ്, അയാസിക്കാക്കയുടെ ഡ്രസ്സിന്റെ കളറൊക്കെ സെയിമാണല്ലോ. സെയിമാണോ? അയസിന് ഉറക്കം വന്നിരിക്കണ നീ കാണുന്നത്? ഉറങ്ങിയോ? ഹൈസ് ഉറങ്ങി. ചേച്ചി ഇത് കവർ ചെയ്തരോ? സ്കേറ്റിംഗ് സ്കൂട്ടർ. ഇതിന്റെ എല്ലാ സാധനം ഉള്ളിൽ തന്നെയല്ലേ അസംബിൾ ചെയ്യാനായിട്ടുള്ള. വീഴരുതട്ടാ. എന്തൊന്നാണ്? എവിടെയാണ്? ഏത് വേണം? ഈ സ്കൂട്ടറാ? ഇതാണോ? ഏതാ വേണ്ടത്? കാണിച്ചെന്ന്. എന്റെ ഉടുപ്പും പിടിച്ചാണ് പോണത്. എന്തേ? അതാ വേണ്ടത്? ആ, വാങ്ങിക്കാട്ടാ. വാ. അതാ ഡിക്കിയിൽ വെച്ചോ. ഡിക്കിയിൽ വെക്കാൻ പറ്റൂലേന്ന്. ഹായ് ഗൈസ്. നമ്മളങ്ങനെ മോൾക്കുള്ള ഗിഫ്റ്റ് ഒക്കെ വാങ്ങിയിട്ട് ഏതാണ്ട് ഒരു 8 മണിയായപ്പോഴേക്കും ഫംഗ്ഷൻ നടക്കുന്ന റിസോർട്ടിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അത്യാവശ്യം ബ്ലോക്ക് ഉണ്ടായിരുന്നു. പിന്നെ നല്ല മഴയൊക്കെ ആണല്ലോ. വന്ന് എത്തിയപാടെ കണ്ടത് എന്റെ 2 പൊന്നാങ്ങളമാരെയാണേ. ഇനി അങ്ങോട്ടുള്ള ക്ലിപ്പിംഗ്സിൽ എനിക്ക് ഓൺ വോയിസ് ഇടണമെന്നുണ്ടെങ്കിലും വോയിസ് ഓവർ ചെയ്യാൻ മാത്രമാണ് കേട്ടോ നിവൃത്തിയുള്ളൂ. കാര്യം നല്ല പാട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ പാട്ടിനകത്ത് മിക്കവാറും എനിക്ക് കോപ്പിറൈറ്റ് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ടാണ്. നമ്മൾ വന്ന സമയത്ത് ബർത്ത്ഡേകൾ അത്യാവശ്യം ടെററായിരുന്നു കേട്ടോ. ചെറുതായിട്ടൊന്ന് വീണിട്ടിരിക്കായിരുന്നു. അപ്പോൾ വലിയ മൈൻഡൊന്നുമില്ല. ഗിഫ്റ്റ് ഒന്നും കൊടുത്തിട്ട് വാങ്ങിക്കുന്നില്ല കേട്ടോ. ഉമ്മച്ചി കാര്യമായിട്ട് അപ്പുറത്തുനിന്ന് ഇപ്പുറത്തുനിന്നൊക്കെ കൊടുക്കാൻ നോക്കുന്നുണ്ട്. നടക്കുന്നില്ല. വീഡിയോ എടുക്കുന്നുണ്ട്, നീ ഒന്ന് ചിരിക്കുന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഇതുമില്ല കേട്ടോ. ഇവിടെ അത്യാവശ്യം നമ്മുടെ വീഡിയോസൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് ഇരുന്ന് കാണുന്ന കൂട്ടത്തിലാണ് കേട്ടോ. അപ്പോൾ ഇതെന്റെ നാത്തൂന്റെ ഉമ്മയാണ് കേട്ടോ. ഹംനാനതേ ഒന്ന് സോപ്പ് ഇട്ടിട്ട് നമ്മുടെ നാത്തൂന്റെ അടുത്ത് ഹോൾഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ അതിന്റെ ഒരു കുട്ടി കുശുമ്പൊക്കെയാണ് നമ്മുടെ ബർത്ത്ഡേകൾ ഇവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. മൊത്തത്തിലൊരു ടെററായിരുന്നു. ഇതെന്റെ ഉമ്മച്ചിയുടെ അനിയത്തിയുടെ മോനാണ് കേട്ടോ. എന്റെ പൊന്നാങ്ങളെയാണ്. അപ്പൊ ഇവനിക്കാണെങ്കിൽ ഭയങ്കര പരാതിയാണ്. ഞാൻ യൂട്യൂബിൽ വീഡിയോസ് ഒന്നും അവൻ്റെ ഇടൂല എന്ന് പറഞ്ഞിട്ട്. അപ്പൊ നന്നായിട്ട് ഇതേ പോസ്റ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. പിന്നെ ഗ്രീൻ സൽവാർ ഇട്ടേക്കണത് എന്റെ ഉമ്മച്ചിയുടെ ഇളയ അനീത്തിയാണ് കേട്ടോ. പിന്നെ ഈ രണ്ടും എന്റെ ആങ്ങളമാരാണ്. എനിക്ക് കുറെ ആങ്ങളമാരാണ് കേട്ടോ ഉള്ളത്. അപ്പൊ ഉമ്മച്ചിയുടെ അനീത്തിമാരുടെ മക്കൾ തന്നെയാണ് കേട്ടോ ഇവര് 2 പേരും. ഇവർക്കൊക്കെ ഭയങ്കര ഹൈറ്റ് വെച്ചു പോയി. എൻ്റെ പൊന്നെ പിള്ളേരുടെ ഒരു വളർച്ച. ഇവരൊക്കെ ജനിച്ച സമയം തൊട്ട് ഞാൻ അടുത്തുണ്ടായിരുന്നാണ് കേട്ടോ. ഇവരൊക്കെ എടുത്തുകൊണ്ട് അടയ്ക്കുകയും പുന്നാരിക്കുകയും ചെറുതിലേ തൊട്ട് ഇവരെ അടുത്തുണ്ടായിരുന്നു. എൻ്റെ മക്കളെക്കാൾ എനിക്ക് തോന്നുന്നു ഇവരുടെ ഗ്രോത്താണ് എന്നെ ഭയങ്കരമായിട്ട് അതിശയിപ്പിക്കുന്നത്. പിന്നെ ഇതാണ് കേട്ടോ ഉമ്മച്ചിയുടെ ഉമ്മച്ചിയുടെ മൂത്തുമല്ല, എൻ്റെ മൂത്തുമ്മയുടെ ഫാമിലി. അതിൽ ബർത്ത്ഡേകൾ മിസ്സിങ് ആണ്. അപ്പോൾ അവരൊക്കെ ഫോട്ടോ കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ഞങ്ങളിതാ ഇവിടെ ഇരിക്കുകയാണ്. പിന്നെ ഇതേ ബർത്ത്ഡേകളിനെ വെച്ചിട്ട് ഫോട്ടോ എടുക്കാൻ ട്രൈ ചെയ്യുന്നുണ്ട്. പുള്ളിക്കാരി ഇത് പിണങ്ങി പോകുന്നതുണ്ടല്ലേ. മൂത്തുമ്മക്ക് 2 ആൺമക്കളാണ് കേട്ടോ. അതിൽ മൂത്ത മോന്റെ കുട്ടിയുടെയാണ് ഈ ബർത്ത്ഡേ. അപ്പൊ എന്തായാലും ബർത്ത്ഡേ ഗേളില്ല. അപ്പൊ അവരായിട്ട് ഇതേ ഫോട്ടോസ് എടുക്കുന്നുണ്ട്. പിന്നെ ഇത് എന്റെ ഉമ്മച്ചിയുടെ സിസ്റ്റേഴ്സ് ആണ്. അപ്പൊ മൂത്തുമ്മയുണ്ട്, ബാക്കി 3 പേരും കുഞ്ഞുമ്മമാരാണ് കേട്ടോ. ഉമ്മച്ചിക്ക് ഒരു ബ്രദറും കൂടി ഉണ്ട് കേട്ടോ. അപ്പൊ ആൾ ഇതിനകത്ത് മിസ്സിംഗ് ആണ്. പിന്നെ ഞങ്ങൾ അധികം വൈകാൻ നിന്നില്ല, വന്നതേ ലേറ്റ് ആണ്. അപ്പൊ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നു കേട്ടോ. നമ്മൾ എത്തിയപ്പോഴേക്കും കേക്ക് കട്ടിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാലും നമുക്കുള്ള കേക്ക് പീസ് ഒക്കെ അവിടെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അത് കഴിക്കുന്നതാണെങ്കിലും പിന്നെ കുറെ വീഡിയോസ് ഒന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. കാര്യം നമ്മൾ ഫാമിലിയിൽ എല്ലാവരും കുറച്ച് നാളെത്തിയൊക്കെ കാണുന്നതാണല്ലോ. അപ്പൊ അങ്ങനെ കുറച്ച് മിംഗ്ലിങ്, പിന്നെ പിള്ളേരെ നോക്കല്,
കളിക്കല് അങ്ങനെയൊക്കെ ആയിട്ട് ഇരിക്കായിരുന്നു. ഫുഡ് അടിയും കഴിഞ്ഞിട്ട് DJയും കണ്ടിട്ടാണ് കേട്ടോ ഞങ്ങൾ ഇതേരുന്ന ഐസ്ക്രീം കഴിക്കുന്നത്. നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ, നല്ല വൈബ് ആംബിയൻസ് ആയിരുന്നു. ഹയാസിന്റെ ഹംനാടേയും കാര്യം പിന്നെ പറയണ്ടല്ലോ, രണ്ടുപേരും കൂടിയിട്ട് ഇതേ പാട്ടിന് ഇവിടെ കാര്യമായി നൃത്തം വെച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നല്ല ഡാൻസ് ആയിരുന്നു. ഇതെന്ത് ഡാൻസ് ആണെന്ന് അവരോട് തന്നെ ചോദിക്കണം കേട്ടോ. എനിക്കിനെ മനസ്സിലായില്ല എന്ത് സ്റ്റെപ്പാണെന്ന്. രണ്ടും കൂടി എന്തൊക്കെയോ കാട്ടി കൂട്ടുന്നുണ്ടായിരുന്നു. ആ ലൈറ്റിങ്ങും പിന്നെ ചെറിയ ഫോഗിന്റെ എഫക്റ്റും പിന്നെ ആ പാട്ടും ഒക്കെ കൂടിയായിട്ട് നല്ലൊരു മേളമയം തന്നെയായിരുന്നു. പിന്നെ ദേ ഹയാസ് അവിടുത്തെ റിസോർട്ടിലാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പൊ അവിടുത്തെ ഊനാലിൽ കാര്യമായിട്ട് ഊനാലാടുന്നുണ്ട്. ഇത് കണ്ടുവന്ന ഹംനാക്ക് കുശി പിടിച്ചിട്ട് ഹംനാനെയും കൂടി ഇരുത്തണം എന്ന് പറഞ്ഞത്. പിന്നെ രണ്ടുപേർ കൂടി ഇരിക്കാൻ പറ്റുന്നതായിരുന്നു. അപ്പൊ ദേ രണ്ടുപേരും കൂടി ഇരുന്ന് ഊനാലെ കാടാണ്. പിന്നെ ദേ നമ്മുടേതായ കുറച്ച് ഫോട്ടോസ് എടുക്കൽ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നല്ല ലൈറ്റ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഉമ്മച്ചിനെ പിടിച്ചെടുത്ത് ഒരു ഫോട്ടോ എടുത്തപ്പോഴാണ് ഉമ്മച്ചിയുടെ കയ്യിലിരിക്കുന്ന കവർ കാണുന്നത് കേട്ടോ. ഇത് കണ്ട അച്ചാർ പാർസൽ ചെയ്ത് കൊണ്ടുവരുന്നതാണ്. അച്ചാറിന് നല്ല ടേസ്റ്റ് ഉണ്ടെന്നും പറഞ്ഞിട്ട് ഇതെനിക്ക് ഓൺ വോയിസ് ഇടണമെന്നുണ്ടായിരുന്നു. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ പാട്ടുള്ളത് കൊണ്ട് പറ്റിയില്ല. പിന്നെ അതേ നാത്തൂൻ എന്തോ അവർക്ക് പോകാനായിട്ട് ഓട്ടോ അറേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ട് ഇനിയിപ്പോ നമ്മൾ ഇറങ്ങാൻ ഏതാണ്ട് ഒരു 9:30 നമ്മൾ അവിടെ നിന്ന് പോന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഹയാസ് ദാ ഉമ്മച്ചിയുടെ ഫോണൊക്കെ എടുത്ത് കൈക്കലാക്കിയിട്ടുണ്ട്. ഇനി വണ്ടിയിൽ ഇരുന്ന് കാണാനായിട്ട് ഞാൻ ടാറ്റ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഹംന സൈഡിൽ നിന്ന് ടാറ്റ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ എന്തായാലും നമുക്ക് അടുത്ത വിശേഷങ്ങളായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ബൈ.